സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും കേൾക്കുന്നെന്ന് മനസ്സിലാകാനെങ്കിലും ഒന്ന് ഗുഡ് ഈവനിങ് ചാറ്റ് ബോക്സിൽ ഇടാം. നമ്മൾ എല്ലാ വ്യാഴാഴ്ചകളിലും നടക്കുന്ന ഈവനിങ് സെഷനാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും 8:30 മുതൽ ഉള്ള ഈ സെഷനിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഇത് നമ്മൾ സംസാരിക്കുന്നത് ഫോർഗീവ്നെസ്സിനെ കുറിച്ചാണ്. എന്താണ് ഫോർഗീവ്നെസ്? ജീവിതത്തില് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഒരാൾ അനുഭവിക്കുന്ന സുഖവും സൗകര്യവും ആയിരിക്കില്ല മറ്റൊരാൾ അനുഭവിക്കുക. ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വ്യത്യസ്തമായിരിക്കാം. ആ ഓരോ സാഹചര്യങ്ങളെയും ഓരോ വ്യക്തികളെയും ഓരോ വ്യക്തിബന്ധങ്ങളെയും എങ്ങനെ നമ്മൾ ഡീല് ചെയ്യുന്നു, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നിടത്താണ് കാര്യം. ഫോർഗീവ്നെസ് പറയുമ്പോൾ നമ്മള് ജീവിതത്തില് സോറി പറയുന്നവരാണ് അല്ലെ? സോറി പറയാത്തവരെ ആരെവിടെ ഉണ്ടോ? ഏതെങ്കിലും സാഹചര്യത്തിലും ഇതുവരെയും സോറി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആരെങ്കിലും നമ്മളെ ഇവിടെ ഉണ്ടോ? ഇപ്പോഴെങ്കിലും നമ്മള് പരസ്പരം സോറി പറയാനൊക്കെ ശീലിച്ചിട്ടുണ്ട്. മുമ്പ് ഒരു സോറി പറയാനൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ആ ഒരു മനസ്സിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഞാൻ ഇവിടെ പറയുന്നത് പലപ്പോഴും പറയാറുണ്ട്, നമ്മള് ചെറുപ്പത്തിലെ കേട്ടതുമാണ്. എന്താണ്? ഫോർഗീവ് ചെയ്യണം, ആളുകൾക്ക് വിട്ടുകൊടുക്കണം, ക്ഷമിക്കണം എന്നൊക്കെ. പക്ഷെ പലപ്പോഴും ഇതൊരു പ്രാക്ടിക്കൽ ലൈഫിൽ അത് പലപ്പോഴും അത് ആളുകൾക്ക് സാധ്യമാകാറില്ല. കാരണം ഈ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ ഫോർഗീവ്നെസ് എന്നുള്ളത് തന്നെയാണ് സത്യം. അത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം? എന്തുകൊണ്ടാണ് ഈ ഫോർഗീവ്നെസ് ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നത്? അത് സയന്റിഫിക്കലി നമുക്ക്, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും സയന്റിഫിക് ആയിട്ട് റിസർച്ചുകൾ കാണുന്നവരും അതിന് നോക്കുകയും ആ റിസർച്ചുകളിലെ പഠനങ്ങളെയും അതിന്റെ റിസൾട്ടുകളെയും ആധികാരികമായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമാണ്. പലപ്പോഴും പലരും പല ആശയങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഇത് സയന്റിഫിക് ആണോ, ഇതിനെന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ, തെളിവുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു ടോപ്പിക്, എന്തെങ്കിലും സയന്റിഫിക് ആയ എവിഡൻസുകൾ ഈ ഫോർഗീവ്നെസ്, വിട്ടുകൊടുക്കുക, ക്ഷമിക്കുക, പൊറുക്കുക എന്ന് പറയുന്നതിനുണ്ടോ? അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റുകൾ ഉണ്ടോ? ഫോർഗീവ്നെസ് കൊണ്ട് നമുക്ക് ഹെൽത്തിലോ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഫിസിക്കൽ ഹെൽത്ത് ആവട്ടെ, മെന്റൽ ഹെൽത്ത് ആവട്ടെ, എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അതല്ലെങ്കിൽ ഫോർഗീവ്നെസ് ഇല്ല, ഞാനിങ്ങനെ ദിവസവും ഞാൻ ജീവിതത്തില് ആളുകളോട് പകയും വിദ്വേഷവും വെറുപ്പും കൊണ്ട് നടക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജീവിതത്തിൽ? ഇതൊക്കെ നമുക്കൊന്ന് അറിഞ്ഞാൽ, അതിനൊരു സയന്റിഫിക് ആയ വശം അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കുറച്ചും കൂടി നന്നായി സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും അല്ലെ? അതിനുള്ളൊരു ശ്രമമാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ നടത്തുന്നത്. ഉറപ്പായും നിങ്ങൾ ഈ സെഷൻ പൂർണ്ണമായി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോർഗീവ്നെസിന്റെ പ്രാധാന്യം മനസ്സിലാവുകയും അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. അപ്പം എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നാൽ തുടങ്ങാം. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ആരെയും കാത്തു നിന്നിട്ട് ഞാനൊരു സ്ലൈഡ് ഷെയർ ചെയ്യാം.
നമുക്കറിയാം അല്ലെ, നമുക്ക് പരിചയമുള്ള മുഖമാണ്. ആരാണിത്? ചാറ്റ് ബോക്സിൽ ഒന്നിന്റെ പേരൊക്കെ ഒന്ന് റിപ്ലൈ ചെയ്യോ, ഒരു തുടക്കത്തിന് വേണ്ടിയിട്ട്. നെൽസൺ മണ്ടേല, അതെ, കവലത്ത്. താങ്ക് യു. നെൽസൺ മണ്ടേല. എന്തുകൊണ്ട് നെൽസൺ മണ്ടേല ഇവിടെ പ്രസക്തമായി എന്ന് ചോദിച്ചാല്, നമുക്കൊക്കെ അറിയാം, ചരിത്രം പഠിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാം, കൊല്ലങ്ങളോളം 20-ലധികം വർഷമാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്, ജയിലിൽ പീഡിപ്പിക്കപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് ആ നാടിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുമ്പോഴും അദ്ദേഹം പൂർണ്ണമായും അദ്ദേഹത്തോട് ക്രൂരത കാണിച്ച ഒരാളോടും ഒരു തരത്തിലുള്ള പ്രതികാരവുമില്ലാതെ പൂർണ്ണമായും അവരെ ചേർത്ത് പിടിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇതുപോലെ മറ്റൊരു ചരിത്രം നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ ജീവിതത്തിൽ കുറെ അധികം ത്യാഗങ്ങൾ സഹിച്ചു, പ്രബോധന രംഗത്തൊക്കെ ജീവിതത്തില്. പിന്നീട് അവിടെ അദ്ദേഹത്തെ ഉപദ്രവിച്ചവരെ കീഴടക്കുമ്പോൾ പൂർണ്ണമായും അവരെ വിട്ടുകൊടുക്കുന്ന, അവരോട് ക്ഷമിക്കുന്ന, അവരോട് ഒരു പ്രതികാരവും ചെയ്യാത്ത ചരിത്രം നമ്മൾ വായിച്ചതാണ്, നമ്മൾ പഠിച്ചതാണ്. ഇതൊക്കെ നമുക്ക് വലിയ മാതൃകകളാണ്. ഈ ചരിത്രം പലപ്പോഴും നമുക്ക് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ പാകത്തിൽ ഉള്ളതാകണം. അല്ലാതെ നമുക്ക് എന്താണ് ഹിസ്റ്ററി അല്ലെങ്കിൽ PSC എക്സാമിന് എഴുതാൻ വേണ്ടി മാത്രമായി പോകരുത്. പലപ്പോഴും അങ്ങനെയാണ്. നമുക്ക് എന്ത് പഠിക്കാൻ പറ്റി എന്നുള്ളത്. അതുപോലെ നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഇല്ലാത്ത മറ്റൊരു വ്യക്തിയാണ് ഞാൻ ഷെയർ ചെയ്തത്. ലൂയിസ് ഹേ എന്നാണ് അവരുടെ പേര്. ഹേ പബ്ലിഷിംഗ് എന്ന് പറയുന്ന ഒരു പബ്ലിഷിംഗ് ഹൗസിന്റെ സ്ഥാപകയാണ്. മില്യൺ കണക്കിന് ബുക്കുകൾ വിറ്റ് കഴിഞ്ഞ, ഇന്റർനാഷണൽ ലെവലിൽ വിറ്റ് കഴിഞ്ഞ ഒരു പബ്ലിഷിംഗ് ഹൗസാണ് ഹേ ഹൗസ്. ഇവിടെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, ഒരു 49 വയസ്സ് ആ പ്രായമുള്ള സമയത്ത് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തിട്ട് അവരെ ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ആ ഒരു അവസരത്തിൽ അവരുടെ ജീവിതത്തില് ചെറുപ്പകാലം മുതലേ കുറേയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വളർന്നു വന്നതാണ്. എവിടുന്നോ അവര് ഫൊഗീവ്നെസ്സിനെ കുറിച്ച്, ആളുകളോട് ക്ഷമിക്കുന്നതിന്റെയും വിട്ടുകൊടുക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെ കുറിച്ച് അവർ കേൾക്കുകയും അത് പഠിക്കുകയും അതിലൂടെ അത് അവരുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കി. എത്രത്തോളം എന്ന് വെച്ചാല്, വളരെ ചെറുപ്പത്തിൽ 4 വയസ്സുള്ളപ്പോൾ തന്നെ ഒരു അച്ഛൻ ഫാദർ വിട്ടിട്ട് പോയി. പിന്നീട് സ്റ്റെപ്പ് ഫാദർ ആണ് കൂടെ ഉണ്ടായിരുന്നത്. ആ സ്റ്റെപ്പ് ഫാദർ തന്റെ കുട്ടിക്കാലം മുതലേ അവളെ എന്ത് ചെയ്യുന്നു, ഹരാസ് ചെയ്യാണ്, പീഡിപ്പിക്കുകയാണ്. അങ്ങനെ സഹിക്കാൻ വയ്യാതെ അവളൊരു കൗമാര പ്രായത്തിൽ വീട് വിട്ടിറങ്ങുകയാണ്. പിന്നീടും ജീവിതത്തിൽ ഈ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വീണ്ടും ഉണ്ടാവുകയാണ് മറ്റു പല ആളുകളിൽ നിന്നും. പിന്നീട് കല്യാണം കഴിക്കുന്നു, അവിടെയും ഇതേ പീഡനവും ബുദ്ധിമുട്ടിലും അനുഭവിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ജീവിതകാലം മൊത്തവും പീഡനത്തിന് ഇരയായ, എല്ലാ തരത്തിലും ശാരീരികമായും മാനസികമായും ഒക്കെ ആ തരത്തിലേക്ക് തളയ്ക്കപ്പെട്ട ഒരു പെൺകുട്ടി. അവരുടെ ജീവിതത്തിലുണ്ടായ A to Z കാര്യങ്ങളെ ഒരു തിരിച്ചറിയുകയും അതിന് ഫൊഗീവ് ചെയ്യുകയും അവരുടെ സ്റ്റോറി പറയുന്നുണ്ട്. കുറെ അധികം ബുക്സ് നമുക്ക് ഓൺലൈനിൽ ആമസോണിൽ കിട്ടും. ഹീൽ യുവർ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് നല്ല കുറെ ബുക്സ് കിട്ടും. നമുക്ക് കുറെ പോസിറ്റീവ് അഫർമേഷൻസും നമുക്ക് നല്ല രീതിയിൽ ഒരു പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന കുറെ നല്ല ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ അവര് മരണപ്പെടുന്നത് 92-ാമത്തെ വയസ്സിലാണ്. ഒന്നുമല്ലാതിരുന്ന, വലിയ ഒരു വിദ്യാഭ്യാസമൊന്നും ഇല്ലാതിരുന്ന ആ പബ്ലിഷിങ്ങിലൂടെ അവർ ലെവല് മാറി 92-ാമത്തെ വയസ്സിൽ വലിയ മില്യൺ കണക്കിന് ബുക്കുകൾ വിറ്റ് കഴിഞ്ഞാൽ വലിയൊരു പ്രസാധകയായിട്ടാണ് അവർ മരണപ്പെടുന്നത്. ഈ ഫൊഗീവ്നെസ് പറയുന്ന മറ്റൊരു വ്യക്തിയാണ് ഈ ലൂയിസ് ഹേ എന്ന് പറയുന്നത്. എന്താണ് ഫൊഗീവ്നെസ്? നമുക്കൊക്കെ അറിയാം അല്ലെ. വിട്ടുകൊടുക്കുക, ക്ഷമിക്കുക, ജസ്റ്റ് ഒരു ക്ഷമ പറയുക, സോറി പറയുക എന്നുള്ളതിനപ്പുറം
അവരോട് ഒരു തരത്തിലുള്ള മാനസിക വൈഷമ്യതകളും ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കും. അതൊരു കംപ്ലീറ്റ് പറയുന്ന ലെവൽ എന്ന് വെച്ചാല്, നമ്മൾ പലപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മറക്കാൻ ശ്രമിക്കാറുണ്ട്, അല്ലെ? ഈ മറന്നതിലൊരു കുഴപ്പം എന്ന് വെച്ചാല്, പിന്നീട് ചിലപ്പോൾ നമ്മൾ അവരെ വീണ്ടും കാണുമ്പോൾ നമുക്ക് മറ്റേ പഴയ ഓർമ്മകളൊക്കെ നമ്മൾ ട്രിഗർ ചെയ്യും, നമ്മൾ മനസ്സിലേക്ക് കടന്നു വരും. അപ്പൊ വീണ്ടും ആ വികാരങ്ങള്, ദേഷ്യവും പകയും വെറുപ്പും ഒക്കെ കടന്നു വരും. അതാണ് ഈ മറക്കലിന്റെയും പൊറുക്കലിന്റെയും വ്യത്യാസം. ഈ പൂർണ്ണമായും പൊറുക്കുമ്പോൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാല്, അയാൾക്കൊരു നന്മ ഉണ്ടാകുമ്പോൾ, എനിക്കൊരാളോട് വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്തു, ഞാൻ മനസ്സിലാക്കി ഈ ഫൊഗീവ്നെസ് ചെയ്തില്ലെങ്കിൽ അയാളോട് ഞാൻ വിദ്വേഷം കൊണ്ടു നടന്നാൽ അതെനിക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും, എന്റെ ആരോഗ്യത്തിന് അത് ഹാനികരമാണ്, അത് എന്റെ ശരീരത്തിൽ ടോക്സിൻസ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അയാൾക്ക് വിട്ടുകൊടുത്തു. ഓക്കെ, ഞാൻ ക്ഷമിച്ചു, പൂർണ്ണമായും ക്ഷമിച്ചു. അങ്ങനെ ആ ഫോർഗീവ്നെസ് കംപ്ലീറ്റ് ആണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാല്, പിന്നെ അയാളെ കുറിച്ച് നല്ല വാക്ക് കേൾക്കുമ്പോൾ, അയാൾ ബിസിനസ്സിൽ അയാൾക്ക് എന്ത് ചെയ്തു, എത്ര ലക്ഷം രൂപ കിട്ടി, അല്ലെങ്കിൽ അയാളെ നല്ല പുതിയൊരു കാറ് വാങ്ങി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ മനസ്സിലേക്ക് നല്ല ചിന്തകൾ വരും. ഓക്കെ, നല്ലത്, നന്നായിരിക്കട്ടെ എന്ന് ചിന്ത വരും. സാധാരണഗതിയിൽ നമുക്ക് ഒരാൾ ദേഷ്യമുണ്ടെങ്കിൽ എന്ത് ചിന്തയാ വരിക? ഓ, അവനും കാർ വാങ്ങിച്ചു, അല്ലെ അവന്റെ ബിസിനസ്സും ആ രീതിയിലേക്ക് ഫ്ലറിഷ് ചെയ്തോ എന്ന് നമ്മൾ ചിന്തിക്കും, അല്ലെ? തിരിഞ്ഞ് ചിന്തിക്കാൻ പറ്റും. അതുപോലെ അയാളൊരു ആപത്ത് സംഭവിച്ചാൽ മനസ്സിലേക്ക് ഉടനെ ചിന്ത വരേണ്ടത് എന്താണ്? അവൻ അങ്ങനെ പറ്റിയ, അത് ആ പറ്റിയതിനോട് നമുക്കൊരു വിഷമം തോന്നും. സാധാരണഗതിയിൽ നമുക്ക് ദേഷ്യം പകയുണ്ട് എന്ത് ചെയ്യും? അവൻ അങ്ങനെ തന്നെ വേണം, അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തവനാണ് എന്ന ചിന്തയുണ്ടാവുക. അത് മാറി അവനോടൊരു അനുതാപം, ഒരു കമ്പാഷൻ ഉണ്ടാകണം. അപ്പോഴാണ് എന്ത് ചെയ്യുക, ആ ഫോർഗീവ്നെസ് ആയെന്ന് പറയാൻ പറ്റുക. ഓക്കെ, അപ്പം ഇപ്പൊ എന്താണ് ഫോർഗീവ്നെസ്? നമ്മളോട് ആർക്കെങ്കിലും എന്തെങ്കിലും വേദനിപ്പിച്ചതോ നമ്മളെ ബുദ്ധിമുട്ടിച്ചതോ പല സാഹചര്യങ്ങളും ഉണ്ടാകാം. ഇപ്പൊ സാമ്പത്തികമായി നമ്മൾ വലിയ കാര്യത്തെ സഹായിച്ചതാകാം, അല്ലെ? പലപ്പോഴും പറയാറുണ്ട്, അടുത്ത സുഹൃത്തായിരുന്നു, ഞാനൊരു 1,00,000 രൂപ കടം കൊടുത്തു, ആ പൈസയും പോയി കിട്ടി, അവനെയും പോയി കിട്ടി, അവന്റെ ബന്ധവും പോയി കിട്ടി, ആത്മാർത്ഥ സുഹൃത്തായിരുന്നു, അല്ലെ? അപ്പൊ അവിടെയൊക്കെ നമ്മൾ വളരെ വിശ്വസിച്ച് കൊടുക്കുന്നതായിരിക്കും, വിശ്വസിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കാര്യം ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യാം. ചിലപ്പോ ആ ഒരു ദേഷ്യം നമ്മൾ ജീവിതകാലം മൊത്തം കൊണ്ടു നടക്കും. അപ്പൊ ഈ ദേഷ്യവും പകയും ഒക്കെ നമുക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കും, അതിനെ പൂർണ്ണമായും ക്ഷമിച്ചു കൊടുക്കാൻ സാധിക്കും. അത് സാധിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഹാപ്പിനെസ് കിട്ടുക. ഞാൻ വഴിയെ പറയാം എന്തൊക്കെയാണ് അതിന്റെ ആ എന്താണ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയാം. ഓക്കെ, ദ ബയോളജിക്കൽ ഇമ്പാക്ട് ഓഫ് ഹോൾഡിംഗ് ഗ്രഡ്സ്. നമ്മള് ഈ പകയും വിദ്വേഷവും കൊണ്ട് നടന്നാലുള്ള പ്രശ്നം എന്തൊക്കെയാണ്, അത് ശാരീരികമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നമുക്കറിയാലോ, നമ്മളെ ഒരു സ്ട്രെസ്, നമ്മുടെ തലച്ചോറ് അത് എടുക്കുന്നത് ഒരു എന്താണ്, ഒരു ഫിയർഫുൾ സിറ്റുവേഷൻ ആയിട്ട് എടുക്കുക. തലച്ചോറിലേക്ക് അത് വരുന്നതിന് എന്ത് ചെയ്യും, ആ തലച്ചോറ് നമ്മളെ ശരീരത്തിലെ എന്താണ് നെഗറ്റീവ് ഹോർമോൺസ്, സ്ട്രെസ് ഹോർമോൺസ് ഉണ്ട്. അഡ്രിനാലിൻ, കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോൺസ് എന്ത് ചെയ്യും, അഡ്രിനാലിൻ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുക ചെയ്യാം. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മള് ഒരു ടെൻഷനോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ വല്ലാതെ, ഒരാളോട് നമ്മള് അത്രയും പകയും ദേഷ്യവും ഉണ്ട്, അയാളെ കാണുകയാണ്. അപ്പൊ നമ്മുടെ എന്തൊക്കെ എന്താണ് ശാരീരികമായ വ്യതിയാനങ്ങൾ നമുക്ക് ഉണ്ടാകുക? ഒന്ന് ടൈപ്പ് ചെയ്തേ. നമുക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്, ഭയങ്കര പക, ഭയങ്കര വെറുപ്പ് ഒക്കെ തോന്നുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ഒന്ന് ഒന്ന് ടൈപ്പ് ചെയ്യൂ. ചെറുതായി മെസ്സേജ് ഇട്ടാൽ മതി, ചെറിയ വാക്കുകളിൽ. എന്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യും? ഫാസ്റ്റ് ഹെഡ് ബീറ്റ്, അതെ.
ഹെഡ് ബീറ്റ്, ഹെഡ് ഏക്ക്, പൾസിറ്റേഷൻ, ഓക്കെ, ഹെഡ് ബ്രേക്ക് കൂടും, പിന്നെ ഹെഡ് ബീറ്റ് കൂടും. ഓക്കെ, ശ്വാസഗതിയോ അല്ലെ, നമ്മള് ശ്വാസം എടുക്കുന്ന ആ ഒരു വ്യത്യാസം ഒരു ഫീൽ ചെയ്യും അല്ലെ. അതുപോലെ ഷിവറിങ് ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും അനുഭവപ്പെടുക. അതുപോലെ നമ്മളെ മസിൽസ് ഒക്കെ എന്ത് ചെയ്യും, ടൈറ്റൻ ആവൂലേ, സ്റ്റിഫ്നെസ് ഇൻ ബോഡി, ഓക്കെ, അതൊക്കെ വരുന്നുണ്ട് അല്ലെ ചാറ്റിൽ. അതൊക്കെ താങ്ക് യു. അപ്പൊ നിങ്ങളെ ഈ റെസ്പോൺസ് ആണ് എന്ത് ചെയ്യുക, ഈ ഒരു ഇൻപുട്ട് എനിക്കും എന്നെ മോട്ടിവേറ്റ് ചെയ്യും നന്നായി പ്രിപ്പയർ ചെയ്ത് പറയാനായി. താങ്ക് യു. അപ്പൊ ഇങ്ങനെയുള്ള ഈ ചേഞ്ചസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ നടക്കും അല്ലെ. ഇത് ജസ്റ്റ് ഒരു പ്രാവശ്യം വന്നിട്ട് അങ്ങ് പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, വലിയ കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷെ ഇത് എപ്പോഴാണ് പ്രശ്നത്തിലാകുക, നമ്മൾ ഒരാളോട് കൊല്ലങ്ങളായി നമ്മുടെ ദേഷ്യവും പകയും കൊണ്ടു നടക്കുന്ന വെച്ചു. ഓക്കെ, അപ്പൊ നമ്മള് ഒരു പഠനം, അതുകൂടെ പഠനത്തിലേക്ക് വരാം. ഒരു പഠനം, ആ പഠനം ഇങ്ങനെയാണ്, 24 ക്യാൻസർ പേഷ്യൻസിനെയാണ് പഠനം നടത്തിയത്. അതിൽ 22 പേരും കഴിഞ്ഞ അവർക്ക് ക്യാൻസർ ബാധിക്കുന്നതിന് തൊട്ട് 3-4 വർഷത്തിനിടയിൽ അവരുടെ ലൈഫ് പാർട്ട്ണറുമായോ അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണറുമായോ പ്രശ്നങ്ങളിലായി അവരോട് പകയും ദേഷ്യവും കൊണ്ട് നടക്കുന്ന ആളുകളായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇതുകൊണ്ട് മാത്രമല്ല ഈ അസുഖം വരുന്നതെന്ന് അല്ല പറയുന്നത്, ഇതൊരു കാരണമാണെന്നാ പറയുന്നത്. ഈ നമ്മൾ കൊണ്ടു നടക്കുന്ന പകയും ദേഷ്യവും വെറുപ്പും എന്ത് ചെയ്യും, നമ്മളെ പല അസുഖങ്ങളിലേക്കും പല ഡിസീസുകളിലേക്കും നമ്മൾ എത്തിക്കും. അതെങ്ങനെയാന്ന് ഞാൻ വഴിയെ പറയാം. ഓക്കെ, അപ്പം സ്ഥിരമായി ഒരാള് ഈ ഒരു സ്റ്റാറ്റസിൽ കടന്നു പോയാൽ എന്ത് ചെയ്യും, ശരീരത്തില് എപ്പോഴും ഈ ഒരു നെഗറ്റീവ് ഹോർമോണുകളുടെ സ്ട്രെസ് ഹോർമോണുകളായ അഡ്രിനാലിൻ, കോർട്ടിസോൾ പോലുള്ളവയുടെ സാന്നിധ്യം ഉണ്ടാവും. എന്താണ് പ്രശ്നം, അത് സാന്നിധ്യം ഉണ്ടായാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും, അതുപോലെ ഹേർട്ട് ബീറ്റ് കൂടും, ശ്വാസഗതി മാറും. ഇതിങ്ങനെ സ്ഥിരം ഈ ഒരു അവസ്ഥയിൽ തുടർന്നുപോയ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തില് ഈ ക്യാൻസർ സെല്ലുകളുണ്ട്. പഠനങ്ങൾ പറയുന്നത് ഒരു 70% ആളുകളുടെ ബോഡിയിലും എന്താണ് പല രീതിയിലുള്ള പല അവസ്ഥയിലുള്ള ക്യാൻസർ സെല്ലുകൾ ഉണ്ട് എന്നാണ്. പക്ഷെ അത് ഉണ്ട് എന്ന് കരുതി ക്യാൻസർ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതിന് പറ്റിയ സാഹചര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അതിങ്ങനെ ഡിസീസുകളിലേക്ക് പോകും. എന്താണ് സാഹചര്യം? അതായത് ഈ പറയുന്ന പോലെ അപ്പൊ ഗ്ലൂക്കോസ് ലെവല് ഉയരുക എന്ന് വെച്ചോ, സ്ഥിരമായി ഈ ലെവല് പോയത് ഗ്ലൂക്കോസ് ലെവല് ഉയരും. അതായത് ഈ ഡയബറ്റിക് ഒരു എന്താണ് സെക്കൻഡ് വേർഷൻ ഉണ്ടല്ലോ, എന്താണ് അതിന് പറയാ, നമുക്ക് ഈ ഇൻസുലിൻ അങ്ങോട്ട് ഏൽക്കാത്ത, അത് ഇൻസുലിന്റെ ആ ഒരു പ്രവർത്തനം കൃത്യമായി നടക്കാത്തൊരു ഘട്ടമുണ്ട്. അപ്പൊ ഗ്ലൂക്കോസ് ലെവൽ നമ്മളെ ശരീരത്തിൽ സ്ഥിരമായി ഉയർന്നു നിൽക്കും. അതെന്ത് ചെയ്യും, ഈ ശരീരത്തിലെ ഈ സെല്ലുകൾക്ക് അത് ഭക്ഷണമായി മാറും. ചുരുക്കി ഇങ്ങനെ പറയാം, നമുക്ക് ഈ സ്ട്രെസ് ഹോർമോൺസ് സ്ഥിരമായി നമ്മുടെ ബോഡിയിൽ നിലനിൽക്കുന്നിടത്തോളം എന്ത് ചെയ്യും, അത് നമ്മളിലേക്ക് മറ്റു പല അസുഖങ്ങളിലെയും നമ്മളെ ക്ഷണിക്കും, നമ്മളെ എത്തിക്കും കാലക്രമേണ. നമുക്ക് തന്നെ അറിയാലോ, സ്ട്രെസ്സും അതുപോലെ എന്താണ് ഈ ഡിപ്രഷനൊക്കെ എടുത്തിരിക്കുന്ന പല ആളുകളും പൊണ്ണത്തടി അല്ലെ, അതുപോലെ ഹെയർട്ട് പ്രോബ്ലംസ്, ഇതൊക്കെ റിലേറ്റഡ് ആണ്. നമുക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. നമ്മൾ പലപ്പോഴും എന്താണ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ മാത്രം ഫുഡ് കുറച്ച് കൊഴുപ്പുള്ള ഫുഡ് കഴിച്ചുകൊണ്ടാണ് ആ രീതിയിലേക്കാണ് മാറുന്നത്. അവിടെ നമ്മൾ അറിയേണ്ടത് നമ്മളുടെ ഈ സ്ട്രെസ് ഹോർമോൺസ് ശരീരത്തിൽ എന്ത് ചെയ്യും, ഇങ്ങനെ അനാവശ്യമായ രീതിയിലേക്കുള്ള ചേഞ്ചുകളിലേക്ക്, മാറ്റങ്ങളിലേക്ക് നമ്മുടെ ബോഡി മെറ്റബോളിസം കൊണ്ടുപോകും. ഓക്കെ, അപ്പം അത് നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ വീക്കൻ ചെയ്യും. എന്താണ്, നമ്മളെ രോഗപ്രതിരോധ ശേഷി കുറയും. അതുപോലെ ഹെയർട്ട് റേറ്റ്, ഇത് നമ്മൾ ഈ സ്ലൈഡിൽ കൊടുത്തേക്കുന്നത് തന്നെയാണ്. അപ്പം നമ്മളുടെ ഓരോ ആക്ഷനുകളും ഓരോ ആക്ടിവിറ്റികളും ഇതിനെ കുറിച്ചുള്ള ഈ ഒരാളുമായിട്ടുള്ള ഒരു പിണക്കം, ഒരു ദേഷ്യം, ഒരു പക
ഒരു ഒരു അതിങ്ങനെ നീണ്ട കാലം കൊണ്ടുപോകുമ്പോൾ അതെന്ത് ചെയ്യും, നമുക്ക് ബോഡിയിൽ ഹെൽത്ത് ഇഷ്യൂസിനെ അത് കൊണ്ടുതരും. അതുകൊണ്ട് തന്നെ ഫൊഗീവ്നെസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ആങ്സൈറ്റി, ഡിപ്രഷൻ, റെഡ്യൂസ്ഡ് സാറ്റിസ്ഫാക്ഷൻ, അതായത് നമ്മളുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് എന്തില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. സംഭവം ഒരു ചെറിയൊരു പിണക്കമായിരിക്കാം. പലപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ തന്നെ പല പ്രശ്നങ്ങളുടെയും കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ നമ്മുടെ ആ ഒരു സ്റ്റാൻഡ് മാത്രം നമ്മൾ നോക്കുന്നു. നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നുണ്ടാണ്. നമ്മളുടെ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുടെ ഷൂ ഇട്ടാല് ആ ഭാഗത്ത് ചിന്തിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാവും പല സാഹചര്യങ്ങളും, പല വർത്തമാനങ്ങളും നമുക്ക് മനസ്സിലാവും. ഒരു സ്റ്റോറി ഞാൻ എടുത്ത് കേട്ടത്, ഒരു ട്രെയിനിൽ പോകുന്ന ഒരു അച്ഛൻ, 3 മക്കളുമുണ്ട്. മക്കള് ആ ട്രെയിനിൽ കയറിയിട്ട് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, ആളുകളെ ശല്യപ്പെടുത്തുന്നു, എന്തൊക്കെയോ പറയുന്നു. അപ്പം ആ ട്രെയിനിലുള്ള ആളുകളെ ഞാൻ ചുരുക്കി പറയാണ്, ആ ട്രെയിനിലുള്ള ആളുകള് ആ അച്ഛനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. മക്കളെ വളർത്താൻ അറിയാത്ത അച്ഛൻ ഇങ്ങനെയാണ് മക്കളെ വളർത്തുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് പലരും എന്ത് ചെയ്യുന്നുണ്ട്, ആ അച്ഛനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അച്ഛൻ എന്ത് ചെയ്യുന്നില്ല, ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. മക്കളെ അവരെ പാട്ടിന് വിട്ടേക്കാണ്, അവരെ കൺട്രോൾ ചെയ്യാൻ പോകുന്നില്ല. കുറെ കഴിഞ്ഞു, ഇങ്ങനെ ആളുകൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കുകൾ പ്രതികരിക്കുന്നുണ്ട്. അതിങ്ങനെ പറയുന്നത്, കുറച്ചു മുമ്പ് വരെ ഞങ്ങൾ യാത്ര പോയത് ഞങ്ങള് കാറിലാണ്, ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോഴേ. ഇപ്പോഴേ ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ഇടയ്ക്ക് വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അവരുടെ അമ്മ മരണപ്പെട്ടു. അവരെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ഞങ്ങളും അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് എന്ന് പറയുമ്പോൾ അവിടെ അതുവരെ അദ്ദേഹത്തെ പഴിചാരിയിരുന്ന, കുറ്റം പറഞ്ഞിരുന്ന ആളുകളൊക്കെ നിശബ്ദരാകാണ്. അവിടെ അയാളുടെ അവസ്ഥ അവർ ഉൾക്കൊള്ളാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ സിറ്റുവേഷൻ മാറി, സംസാരം മാറിയത്, അല്ലെ, കാണുന്ന കാഴ്ച മാറി. നേരത്തെ കണ്ട അതേ കാഴ്ചയാണ് ഇപ്പോഴും കാണുന്നത്. എന്ത് ചെയ്യുന്നു, മക്കളുമാര് ബഹളം വെക്കുന്നു, അവിടെ സീറ്റിൽ പിടിച്ചു കയറുന്നു, ആളുകളെ ശല്യപ്പെടുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആളുകൾ ആരും എന്ത് ചെയ്യുന്നില്ല, ഒരു വഴക്കും പറയുന്നില്ല, ഒരു കുറ്റവും പറയുന്നില്ല. കാരണം അവിടെ എന്ത് ചെയ്തു, അവരുടെ സീൻ മാറി, അവർ കാണുന്ന കാഴ്ചകൾ മാറി, കാഴ്ചപ്പാട് മാറി. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളുടെയും എന്താണ്, അതിന്റെ ആ ഫ്രെയിം മാറ്റിയാൽ മതി, അല്ലെ. നമ്മള് കണ്ണു നോക്കുന്ന ആ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ആ ഫ്രെയിം മാറ്റിയിട്ട് അവരുടെ ഫ്രെയിമിൽ നോക്കിയാൽ പലപ്പോഴും പല സംഭവങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ശരിയായ രീതിയിൽ നോക്കി കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ദേഷ്യപ്പെട്ടത്, എന്തുകൊണ്ട് എനിക്ക് ദേഷ്യം വരുന്നില്ല എന്ന് നമുക്ക് അവിടെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോഴെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്ക് എന്തില്ല, ദേഷ്യമില്ല, പകയില്ല, അല്ലെങ്കിൽ അനിഷ്ടമില്ല. നമ്മൾ ഈ ഫോർഗീവ്നെസ് പറയുമ്പോൾ അങ്ങ് ഭയങ്കരമായ പകയും വെറുപ്പും ഒന്നും വേണോ നിർബന്ധമില്ല കേട്ടോ. നമ്മളുടെ മനസ്സിലുള്ള ചെറിയ എന്താണ് നീരസങ്ങൾ പോലും, അനിഷ്ടങ്ങൾ പോലും എന്ത് ചെയ്യും, നമുക്ക് ആ ശരീരത്തിൽ നെഗറ്റീവ് ഹോർമോൺസ് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് തന്നെ അറിയാലോ, നമ്മളെ ഒരു ദിവസം രാവിലെ പോയി വൈകിട്ട് വന്നപ്പോൾ അതിനിടയ്ക്കുള്ള ഒരു ചെറിയ സംഭവം നമുക്കൊരു എന്താണ് മെന്റലി അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത ചെറിയ കാര്യം, ചിലപ്പോൾ ബസ്സിൽ വന്ന് ഇറങ്ങിയപ്പോൾ സംഭവിച്ച ചെറിയ കാര്യമായിരിക്കാം. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മളെ അലോസരപ്പെടുത്തുന്നുണ്ടാവും, അല്ലെ. അപ്പം നമ്മള് ജീവിതത്തിൽ നടക്കുന്ന ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളെയും നമുക്ക് എന്താണ്, അതിന്റെ ശരിയായ വീക്ഷണകോണിൽ കാണാൻ സാധിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് സിമ്പിളായി അവിടെ ഫോർഗീവ് ചെയ്യാൻ പറ്റും, അല്ലെ. നമ്മളിത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ഞാന് കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിച്ചു, ഒരു കൗൺസിലിംഗ് സെഷനിൽ ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, എന്നെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഞാനത് വിട്ടുകൊടുത്താല്, ഞാനത് ക്ഷമിച്ചു കൊടുത്താല് അയാളടുത്ത് ദൈവം ചോദിക്കണ്ടേ, എന്നാലല്ലേ അതിനൊരു എന്താണ് മറുകൃതി ഉള്ളൂ, ഒരു തിരിച്ചൊരു എന്താണ് അയാൾക്ക് കിട്ടണ്ടേ. അയാൾ എന്നെ ഉപദ്രവിച്ചു, അദ്ദേഹത്തിന്റെ ഒരു 20 പവൻ സ്വർണവും പറ്റിച്ചിട്ട് ഒരാൾ പോയതാണ്. കുറെ ബാക്കി പോയിട്ടൊന്നും കിട്ടിയില്ല. അപ്പൊ അത് ഇങ്ങനെ അതുപോലെ വേറെ പല സംഭവങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് പറയാണ്. അപ്പം അയാൾക്ക് തിരിച്ചു കിട്ടണ്ടേ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ ഇവിടെ മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്,
അയാൾക്ക് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ നടന്നിട്ട് ഇത് ആർക്കാ കിട്ടുന്നത് അറിയാമോ? ആർക്കാ കിട്ടുന്നത്? നമുക്കാ കിട്ടുന്നത്. കാരണം നമ്മൾ എന്ത് ചെയ്യാണ്? അയാൾക്ക് കൊടുക്കാനുള്ളത് കിട്ടാനുള്ളത് കൊണ്ട് നടക്കുക. നമുക്ക് ശക്തി ഉണ്ടാവില്ല ചിലപ്പം. നമുക്ക് തിരിച്ചൊന്ന് പ്രതികരിക്കാനോ തിരിച്ച് അയാളെ അതുപോലെ ഉപദ്രവിക്കാനോ ചിലപ്പം പ്രതികാരം ചെയ്യാനോ ശക്തിയില്ലാത്ത ഉണ്ടായിരിക്കും നമ്മളൊന്നും ചെയ്യാത്തത്. പക്ഷെ നമ്മള് ഈ കൊണ്ടു നടക്കുന്ന പകയും വെറുപ്പും എന്ത് ചെയ്യും? പകയും വെറുപ്പും ഉറപ്പായും നമ്മളില് നെഗറ്റീവായ സ്വാധീനം ഉണ്ടാവും. ഒരു സംശയം വേണ്ട അതിനകത്ത്. നമ്മുടെ ബോഡിയിൽ നെഗറ്റീവ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. അതെന്ത് ചെയ്യും? അത് നമ്മൾ നെഗറ്റീവായ എഫക്റ്റുകളിലേക്ക് കൊണ്ടുപോകും. അത് ആങ്സൈറ്റി ആവട്ടെ, ഡിപ്രഷൻ ആകട്ടെ, ജീവിതത്തിലുള്ള എന്താണ് സന്തോഷമില്ലായ്ക ആകട്ടെ, ഇതങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അത് കൊണ്ടുപോകും. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നെയാണ് ഇത് കാണുന്നത്. സൈക്കോളജി ബിഹൈൻഡ് വൈ വി ഹോൾഡ് ഓൺ ടു പെയിൻ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പെയിൻ പിടിച്ചു വെക്കുന്നത്? എന്താണ് വിട്ടുകളയാൻ നമ്മൾ തയ്യാറാവാത്ത കാര്യം എന്താണെന്നാ പറയാം. ഈ പറഞ്ഞത് എന്താണ് ഒന്നെന്താണ്? നമ്മളത് വിട്ടുകളഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു റിസ്ക് ഫീല്. അതുപോലെ നമ്മള് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞാല് സെൻസ് ഓഫ് ജസ്റ്റിസ്. ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് അയാള് തിരിച്ചനുഭവിക്കണ്ടേ? അയാൾക്ക് തിരിച്ച് പ്രതികാരം കിട്ടണ്ടേ? തിരിച്ച് ശിക്ഷ കിട്ടണ്ടേ? ഞാൻ വിട്ടുകൊടുത്താൽ എങ്ങനെ ശരിയാകും എന്നുള്ളതാണ്. കുറെ പഠനങ്ങളുണ്ട്. അതിൽ ഒരു പഠനമാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു ഫോർഗീവ്നെസ് പ്രോജക്റ്റ് ഉണ്ട്. അതുപോലെ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി ഫോർഗീവ്നെസും ലോങ്ജിവിറ്റിയുമായിട്ട്. ഇതിലെല്ലാം പറയുന്നത് എന്ത് ചെയ്യുന്നു? നമ്മളെ ഫോർഗീവ്നെസ് സ്ട്രെസ് കുറയ്ക്കാന്, ഡിപ്രഷൻ കുറയ്ക്കാന്, ആങ്കർ കുറയ്ക്കാൻ, അതായത് ദേഷ്യം കുറയ്ക്കാനൊക്കെ എന്ത് ചെയ്യും? വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ പൂർണ്ണമായും ഫോർഗീവ്നെസ് ചെയ്ത ഒരാൾക്ക് സിറ്റുവേഷൻസിനെ, അതായത് ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടായാൽ അവിടെ എന്ത് ചെയ്യും? അവിടെ അതിനെ മാനേജ് ചെയ്യാൻ, അവിടെ പോസിറ്റീവായ കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് വെച്ചാല് നമ്മളുടെ ആയുസ്സുമായി, അതായത് നമ്മൾ ആരോഗ്യകരമായി നമ്മൾ നീണ്ട കാലം ആരോഗ്യത്തിൽ ജീവിക്കുന്നതിന് എന്ത് ചെയ്യുന്നു? അത് സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ മറ്റൊരു സ്റ്റഡി വെച്ചാല് MRI ആണ്. അവർ സ്റ്റഡി നടത്തിയ ആളുകളുടെ MRI സ്കാൻ ചെയ്തിട്ട് അതില് താരതമ്യം ചെയ്തിട്ടുള്ള പഠനമാണ്. അതിലും പറയുന്നത് ഈ പറയുന്ന ബ്രെയിനിലെ സ്ട്രെസ്സിന്റെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. ആ ഏരിയാസിന്റെ MRI സ്കാൻസിൽ കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമാകുന്നുണ്ട്. ഫോർഗീവ്നെസ് ചെയ്ത ആളുകളുടെ യാതൊരു തരത്തിലുള്ള പകയും വിദ്വേഷവും ഇല്ലാത്ത ആളുകളുടെ ബ്രെയിനിന്റെ MRI സ്കാനും മറ്റുള്ളവർ MRI സ്കാനും നോക്കുമ്പോൾ ഈ ഫോർഗീവ്നെസ് ചെയ്ത ആളുകളുടെ MRI സ്കാൻ വളരെ ക്ലിയർ ആണ്. അതിലെന്താണ്? ഈ പറയുന്ന സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട ആ ഏരിയയില് വളരെ ക്ലിയർ, അവിടെ ഒരു കറുത്ത പാടാണ് MRI കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ കുറെ പഠനങ്ങളുണ്ട്. ചിലത് സെലക്ട് ചെയ്ത 3 പറഞ്ഞത് ജസ്റ്റ്. അതുപോലെ നമുക്ക് ഈ നെഗറ്റീവ് ഹോർമോണുകൾ പോലെ നമ്മളുടെ ശരീരത്തില് പോസിറ്റീവായ സെറോട്ടോണിൻ, ഡോപ്പമിൻ, ഓക്സിറ്റോക്സിൻ പോലെയുള്ള കുറെ ഹോർമോണുകളുണ്ട്. അത് നമ്മള് എന്താണ് ഈ ഫോർഗീവ്നെസ് ചെയ്യാതെ അൺഫോർഗീവ്നെസ്, ആളുകളോട് ഇങ്ങനെ പകയും കൊണ്ട് നടക്കുമ്പോൾ ഈ ഒരു ഹോർമോണുകള് നമ്മളുടെ മൂഡ് റെഗുലേഷൻ, നമ്മളെപ്പോ പറയല്ലേ എനിക്ക് ഒരു മൂഡില്ലെന്ന് പറയുന്നത് നമ്മളല്ലേ പലപ്പോഴും. അതുപോലെ സന്തോഷമില്ല എന്ന് പറയും. അതുപോലെ ആളുകളുമായിട്ടൊരു നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതിനൊക്കെ സഹായിക്കുന്ന ഹോർമോണുകളാണ് ഈ പറയുന്ന സെറോട്ടോണിൻ, ഡോപ്പമിൻ, ഓക്സിറ്റോക്സിൻ. ഇതൊക്കെ ഉൽപാദനത്തിന് എന്ത് ചെയ്യും? ഈ ഫോർഗീവ്നെസ് ഇല്ലാത്ത അവസ്ഥ തടയും. ഓക്കെ, ഫോർഗീവ്നെസ് ആണ് നമ്മുടെ ശീലമെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഈ ഹോർമോണുകൾ ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇനി ഫോർഗീവ്നെസ് അതിന്റെ ഹെൽത്ത് കണക്ഷനാണ് പറയുന്നത്. ഒന്ന്, കാർഡിയോ വാസ്കുലർ ഹെൽത്ത്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലെ? നമുക്കറിയാം നമ്മുടെ ഹെർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന തരത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അനുഭവിക്കുന്നതാണ്. അതുപോലെ പെയിൻ റിഡക്ഷൻ. ഒരു പഠനം, ആ പഠനത്തിൽ ഞാൻ അതിന്റെ സ്ലൈഡ് എന്തെയിലില്ല,
ഈ ബാക്ക് പെയിൻ ഉള്ള ആളുകളെ നടത്തിയ ഒരു പഠനത്തില് പിന്നീട് അവർ ഫോർഗീവ് ചെയ്യുന്ന ആ ഒരു തലത്തിൽ കൊണ്ടുവന്നു. അവരാദ്യം ബാക്ക് പെയിൻ ഉള്ളവരാണ്, പിന്നീട് അവരെ കുറച്ച് ആളുകളെ എന്ത് ചെയ്തു, ഫോർഗീവ്നെസ് ശീലിപ്പിച്ചു, അവരെ പ്രാക്ടീസ് ചെയ്യിച്ചു. അവർക്ക് ഈ പെയിൻ റിസപ്റ്റിവിറ്റി എന്ത് ചെയ്യുന്നത് കുറഞ്ഞു വരുന്നതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു പഠനത്തിൽ പറയുന്നു. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്, ഫോർഗീവ്നെസ് നമ്മൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുന്നു ആരോഗ്യകരമായിട്ട്. നമ്മുടെ അതില് ഈ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, മെന്റൽ ഹെൽത്തും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഫോർഗീവ്നെസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതില് നമ്മള് ഇത് പറയുമ്പോൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ബ്രെയിനിന്റെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അതായത് ഓരോ പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ സാഹചര്യങ്ങളും വരുമ്പോഴേ ബ്രെയിനിൽ പുതിയ പുതിയ എന്താണ് പാത്വേകൾ ഉണ്ടാകുക ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫോർഗീവ്നെസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ പഴയ ആ ഒരു പാത്ത് മാറി നമ്മളൊരു പോസിറ്റീവ് ഇമോഷൻസിന്റെ ഒരു മാർഗം, ഒരു വഴികൾ എന്ത് ചെയ്യും, അവിടെ കണക്ഷൻ ഉണ്ട്, പുതിയ കണക്ഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം അത് നമ്മളെ പോസിറ്റീവായ കാര്യങ്ങളെ ചിന്തിക്കാനും നെഗറ്റീവായുള്ള കാര്യങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു ഫ്രെയിമില് ഒരു പോസിറ്റീവായ ഫ്രെയിമിലൂടെ നോക്കി കാണാൻ നമ്മൾ എന്ത് ചെയ്യും, അത് പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, ഇനി എന്താണ് ഫോർഗീവ്നെസ് പറയുമ്പോൾ പറയാണ്ട് മറ്റൊരു കാര്യം, നമ്മള് മറ്റുള്ള ആളുകൾക്ക് ഫോർഗീവ്നെസ് ചെയ്ത് കൊടുക്കുന്നത് പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൽഫ് ഫോർഗീവ്നെസ്. നമ്മളോട് തന്നെ. പൊതുവെ മനുഷ്യന്റെ സ്വഭാവം എന്ന് വെച്ചാല് എന്താണ്, നമ്മളെ കുറ്റപ്പെടുത്തുന്ന, നമ്മളെ കുറവുകളിൽ പോരായ്മകളിൽ എന്താണ് ഒരു സ്വന്തത്തോടൊരു മതിപ്പില്ലാത്ത അവസ്ഥ പലപ്പോഴും കാണാറുള്ളത്. അത് മാറണം. നമുക്ക് എന്തുണ്ടോ അതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ, അതിനെ അംഗീകരിക്കാൻ. പലപ്പോഴും നമ്മൾ എന്ത് വെച്ചാൽ മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ മോശക്കാരനായിട്ട് കാണും, അല്ലെ? നമ്മളെങ്കിലും നമ്മളെ നന്നായി കണ്ടില്ലെങ്കിൽ നമ്മളെ എന്താണ്, നമ്മളെ ഒരു ഒരു നല്ലൊരു പ്രൊഫൈലില് നമ്മൾ കണ്ടില്ലെങ്കിൽ വേറെ ആരാണ് നമ്മളെ നന്നായിട്ട് കാണുക? അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ എന്താണോ അവസ്ഥയെ നമ്മൾ അംഗീകരിക്കാനും, നമ്മളെ കുറ്റപ്പെടുത്തിയ കാര്യങ്ങളിൽ നമ്മളോട് നമ്മൾ ക്ഷമ ചോദിക്കാൻ, നമ്മളോട് ഫോർഗീവ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതെന്താണ് ഈ സെൽഫ് ഫോർഗീവ്നെസ് പറയുക? പലപ്പോഴും നമ്മൾ കേൾക്കാത്തൊരു കാര്യമാണത്, അല്ലെ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മളെ എന്താണ് വളരെ ജെന്റിലി, നന്നായിട്ട് കാണുക, നമ്മളെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക, നമ്മളുടെ എന്താണ് സ്വഭാവങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക, നമുക്കുള്ളതിനെ അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ എന്ത് ചെയ്യണ്ട, ഞാൻ മോശക്കാരനാണ്, എന്നെ കൊണ്ടൊന്നും പറ്റിയില്ല, ഞാൻ കഴിവില്ലാത്തവനാണ് എന്ന രീതിയിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്ന, നമ്മളെ കുറിച്ച് മോശമായി ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പൊ അവിടെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളോടൊരു ക്ഷമ പറയുന്ന, നമ്മളോട് ക്ഷമിക്കുന്ന, നമ്മളോട് നമ്മളുടെ മോശം ചിന്തകൾക്ക് നമ്മളോട് ക്ഷമ പറയുന്ന ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവും. ഓക്കെ, ഇനി അത് ബന്ധങ്ങളിലാണെങ്കിലോ, ബന്ധങ്ങളില് അല്ലെ, ഈ ഫോർഗീവ്നെസ് ഏറ്റവും അധികം പ്രകടമാകേണ്ടത് എവിടാണ്? ബന്ധങ്ങളിലാണ്, അല്ലെ? ബന്ധങ്ങളിലാണല്ലോ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലെ? വീടുകളില് ഭാര്യ ഭർത്താക്കന്മാര്, മക്കള്, പാപ്പ ഉമ്മ, മാതാപിതാക്കളുമായിട്ട് ബന്ധം, സഹോദരങ്ങള്, അല്ലെ? പലപ്പോഴും നമ്മുടെ ഈ ഇരിക്കുന്നതിൽ പലർക്കും ഉണ്ടാവും. എന്റെ ജീവിതത്തില് എന്താണ്, എന്റെ ഏറ്റവും അടുത്ത ബന്ധങ്ങളുമായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഇപ്പോഴും എനിക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്ക് പറ്റുന്നില്ല, എന്നെ അത് വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, അലട്ടുന്നുണ്ട് എന്ന് തോന്നുന്നവരൊന്ന് ഒരു എസ് ഇടുവോ, ഒന്ന് ചാറ്റ് ചെയ്യോ കമന്റില്? എനിക്ക് ഇപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട് ആളുകളുമായി, എനിക്ക് അവർക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, എന്നെ വല്ലാതെ അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നവർ ആരെല്ലാം ഉണ്ടോ? രണ്ട് എസ് ആ വന്നത്. പലർക്കും എസ് ഉണ്ടാവും, ഇടാൻ മടിയായിരിക്കും, അല്ലെ? സംടൈംസ്, ചില സമയത്ത്. ഓക്കെ,
അപ്പൊ എന്തായാലും നമുക്ക് നമ്മളെ മിക്കുള്ളവർക്കും എവിടെങ്കിലും ആരോടെങ്കിലും ഒക്കെ ചില പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കില്ല, അല്ലെ? ഉണ്ടാകും. അപ്പൊ അല്ലെങ്കിൽ അത്രയും നല്ല ആ ഒരു ഓപ്പൺ മൈൻഡോട് കൂടി കാര്യങ്ങളെ കാണുകയും പോസിറ്റീവായി ചിന്തിക്കുകയും ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പോലും അപ്പം ഇട്ട് കളയുകയും ചെയ്യുന്ന ആളായിരിക്കണം. ഓക്കെ. അപ്പം നമ്മള് എന്താണ് ഈ ഫൊഗീവ്നെസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്നാ ബന്ധങ്ങളില്? സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ചില സുഹൃത്തുക്കളെ നിങ്ങളുടെ വീട്ടില് നിങ്ങള് ഈ പറയുന്ന ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളോ അനിഷ്ടങ്ങളോ വലിയ പകയും വെറുപ്പൊന്നും വേണമെന്നില്ല കേട്ടോ, നീരസമൊക്കെ മനസ്സിൽ കൊണ്ടു കിടന്നാല് എങ്ങനെ ഉണ്ടാവും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം? അത് ഭാര്യ ഭർത്താവാകട്ടെ അല്ലെങ്കിൽ സഹോദരങ്ങളാകട്ടെ ആരും ആകട്ടെ, ആ ഒരു ഊഷ്മള നഷ്ടപ്പെടും, അല്ലെ? ജസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, പരസ്പരം ഇടപഴകും ഒക്കെ ചെയ്യും, പക്ഷെ എന്തല്ല അതിനൊരു ഒരു സന്തോഷമില്ല, അല്ലെ? അതിന്റെ ഒരു ഊഷ്മളത അവിടെ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്നാലോ നിങ്ങൾ എന്ത് ചെയ്തു നോക്കിയേ, നിങ്ങൾ ഫോക്കസ് ചെയ്തു നോക്കിയേ, നിങ്ങൾക്ക് ആ തിരിച്ചു പിടിക്കാൻ പറ്റും. നിങ്ങൾ പൂർണ്ണമായി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഊഷ്മളതയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും. സംശയം വേണ്ട. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് എത്താം? പലപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെ? പലപ്പോഴുമുള്ള പരസ്പരമുള്ള ആശയവിനിമയം ശരിയല്ലാത്തതാണ് പലപ്പോഴും എന്താണ് ഈ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുക. ചെറിയ ചെറിയ വാക്കുകളിലെ പാകപ്പിഴവുകളൊക്കെ ആയിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാതെ തിരിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ എന്ത് ചെയ്യും, പലപ്പോഴും നമുക്ക് കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കും, അല്ലെ? അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആക്കണം. ഓപ്പണായി സംസാരിക്കുന്നവരുടെ തീരാത്ത കാര്യങ്ങളൊന്നുമില്ല, അല്ലെ? രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സംസാരത്തിലൂടെ ശരിയാവുന്നുണ്ട്. പിന്നെയാണോ രണ്ട് വ്യക്തികൾ അപ്പോഴ് പാകപ്പിഴവുകളും അതിന് അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്, അല്ലെ? മനുഷ്യന്മാരല്ലേ, ജീവിതത്തിൽ ഉണ്ടാകും. ആർക്കാണ് തെറ്റ് പറ്റാത്തത്? പറ്റും. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, അതൊരു ആജീവനാന്ത പ്രശ്നമായി കാണാതെ അതിനോട് ക്ഷമിക്കാൻ, ആ ഒരു പ്രശ്നത്തിന് വിട്ടുകൊടുക്കാൻ, അതിനെ ആ ഒരു റീഫ്രെയിം ചെയ്ത് ആ രീതിക്കാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഞാൻ ഒരു റീഫ്രെയിമിങ് നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം, ഒരു ഓഫീസിൽ നിങ്ങളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ബോസ്, നിങ്ങളെ ഒരു ഹെഡ് വിളിച്ചോ. ഓഫീസിൽ നിങ്ങളെ എന്ത് ചെയ്യുന്നു, നിങ്ങളെ അനാവശ്യമായി നിങ്ങളെ പല രീതിയിൽ ഓഫീസ് വർക്കുകൾ കൊണ്ടോ നിങ്ങൾ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഹെഡ് ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾ അയാളെ കാണുന്നത് എന്താണ്, വല്ലാതെ ശല്യപ്പെടുത്തുന്ന, ഡിസ്റ്റർബ് ചെയ്യുന്ന, അല്ലെങ്കിൽ വല്ലാതെ ഭരിക്കാൻ വരുന്ന ഒരു ബോസ് ആയിട്ടാണ്. നിങ്ങളത് മാറിയിട്ട് അത് റീഫ്രെയിം ചെയ്യാം. ഇങ്ങനെ റീഫ്രെയിം ചെയ്യുന്നത്, ഒരു എന്തോ സംതിങ് റോങ്, മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ള ഒരു ബോസ്, അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അയാള് എന്തല്ല പൂർണ്ണമായ മെന്റൽ ഹെൽത്തിലല്ല, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അയാള് ഇങ്ങനെ പെരുമാറുന്നത്. ആ രീതിയിൽ ചിന്തിച്ചു നോക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് കറക്റ്റ് ആവും. ആ പ്രശ്നം നമുക്ക് അവിടെ പരിഹരിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മുടെ കാര്യങ്ങളെ റീഫ്രെയിം ചെയ്യാം. ഓക്കെ. നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളില്ലാത്തവരില്ല. ആ പ്രശ്നങ്ങളിൽ കിടന്ന് ഉരുളാതെ എന്ത് ചെയ്യണം, അവിടുന്ന് അതിനെ മറികടക്കാൻ, അതിന്റെ കാര്യകാരണങ്ങൾ അറിഞ്ഞ് പരസ്പരം പറഞ്ഞ് അവിടെ ഫൊഗീവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഓക്കെ. ഇനി അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മറ്റുള്ളവരെ മനസ്സിലാക്കുക, അതുപോലെ റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫൊഗീവ്നെസിന്റെ ഒരു തലം. പിന്നെന്താണ്, നമ്മളുടെ ഫീലിങ്ങുകളെ അറിയുക എന്നുള്ളതാണ്. മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് ഈ ഫൊഗീവ്നെസിന്റെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. മൈൻഡ്ഫുൾനെസ് എന്താണ്? മൈൻഡ്ഫുൾനെസ് ബി ഇൻ ദ മൊമെന്റ്, അങ്ങനെ പറയുന്ന. അതായത് സാധാരണ നമ്മൾ എന്ത് ചെയ്യാം, നമ്മള് ഒന്നുകിൽ പാസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ പ്രസന്റിലായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും. അപ്പൊ ഏതാ വേണ്ടത്? നമ്മള് പാസ്റ്റിലാണോ വേണ്ടത്? അല്ല, പ്രസന്റില്, ഇന്ന് ജീവിക്കാൻ പറ്റണം നമുക്ക്. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇഷ്ടംപോലെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും, പോയില്ലേ? നമ്മൾ അതിൽ നിന്നും നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതല്ലാതെ അതിനെ ഓർത്ത് നമുക്ക് സമയം കളയാനില്ല, അല്ലെ? നമുക്ക് എന്ത് ചെയ്യാം, ഇന്നില് ജീവിക്കാം. ഇന്ന് ജീവിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ അതാണ് നമുക്ക് നാളത്തെ റിസൾട്ടായിട്ട് വരിക.
അല്ലെ? ഈ മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ നമുക്ക് മൈൻഡ് അറ്റ് പ്രസന്റ്, ഇപ്പോഴും നമുക്ക് ഉദാഹരണം പറഞ്ഞാല് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന സംഭവമുണ്ട്. മൈൻഡ്ഫുൾ ഈറ്റിംഗ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ വീട്ടില് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്? മുമ്പിൽ TV ഉണ്ടാവും, അല്ലെങ്കിൽ മൊബൈൽ ഉണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ട് ആണ് കഴിക്കുന്നത്. അവിടെ നമ്മൾ എത്ര പേര് ആ ഭക്ഷണം ആസ്വദിച്ച്, ഭക്ഷണത്തിന്റെ ടേസ്റ്റും മണവും അതിന്റെ കളറും അതിന്റെ ഷേപ്പും ഒക്കെ ആസ്വദിച്ച് എത്ര പേര് കഴിക്കുന്നുണ്ട്? അപ്പം ആ ഒരു ആസ്വാദനം കൂടി നടക്കണം. വയറ് നിറയുക എന്നുള്ളതിനപ്പുറം ആ ആസ്വദിച്ച് ആ സമയത്ത് അതിനെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിക്കാൻ പറ്റണം. ഞാൻ ഈ മൈൻഡ്ഫുൾനെസ് പറഞ്ഞപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്ത കാര്യം പറഞ്ഞാണ്. നമുക്ക് ഡെയിലി പ്രാക്ടീസിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. ഓക്കെ. അതുപോലെ അക്സെപ്റ്റൻസ്. എന്താണ്? നമ്മൾ അംഗീകരിക്കുക. നമ്മൾ ഒരാൾ നമ്മളോട് വഴക്കും പ്രശ്നത്തിലൊക്കെ വന്നു, ഇറ്റ്സ് ഓക്കെ, നമ്മൾ അംഗീകരിക്കുക. നമ്മൾ അവിടെ അതിനെ എന്താണ് ഇങ്ങനെ പ്രതിരോധിച്ച് നിൽക്കുക എന്നുള്ളതല്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും എന്ത് ചെയ്യണം? അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യാൻ പറ്റണം. പലപ്പോഴും ഈ ഫൊർഗീവ്നെസ് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, സാറേ എനിക്ക് 1 ലക്ഷം രൂപ ഒരാൾക്ക് ഞാൻ കടം കൊടുത്തു, അയാൾ പൈസ തിരിച്ചു തന്നില്ല, ഞാൻ എന്താ വിട്ടുകൊടുക്കണോ എന്ന് ചോദിക്കും. അതാണോ ഈ ഫൊർഗീവ്നെസ്? ഒരിക്കലും അല്ല. നിങ്ങൾക്ക് ആ 1 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോലീസിന് കേസിന് പോവാം, ഒക്കെ ചെയ്യാം, കോർട്ടിൽ പോവാം, ഒക്കെ ചെയ്യാം, അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ നിങ്ങൾ എന്താണ് വിട്ടുകൊടുക്കേണ്ടത്? ആ 1 ലക്ഷം രൂപ പറ്റിച്ചതുമായി ബന്ധപ്പെട്ട്, കൊണ്ടുപോയത് ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ഇമോഷണൽ ആയിട്ടുള്ള ബേർഡൻസ്, നിങ്ങളുടെ വൈകാരിക പ്രശ്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. പക, പ്രതികാരം, ദേഷ്യം, വെറുപ്പ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ആർക്ക് വേണ്ടിയിട്ട്? നമുക്ക് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് നമുക്ക് പ്രശ്നം തരും, നമുക്ക് ടോക്സിൻസ് ഉണ്ടാക്കും നമ്മുടെ ബോഡിയിൽ, നമുക്ക് അസുഖങ്ങൾ കൊണ്ടുതരും. പക്ഷെ മറ്റേ ആൾ അറിയുന്ന പോലും ഉണ്ടാവുന്നില്ല, അല്ലെ? പൈസയും പോയി കിട്ടും, ആരോഗ്യം പോയി കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന ഫൊർഗീവ്നെസ് ശീലിക്കണം, അല്ലെ? ശരി. ഇനി സാധാരണ ഫൊർഗീവ്നെസ് പറയുമ്പോഴത്തേക്ക് റോബർട്ട് എൻഡ്രേസ് എന്നൊരു മോഡലുണ്ട്. 4 സ്റ്റെപ്പുകൾ പറയുന്നത്. സിമ്പിൾ ആണ്, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഒരു സ്റ്റെപ്പാക്കി പറയുന്നതേ ഉള്ളൂ. ഒന്ന്, അൺകവറിങ്. അത് അക്നോളജ് ആങ്കർ ആൻഡ് പെയിൻ. അതായത് ദേഷ്യവും അതുപോലെ വേദനയൊക്കെ ഉണ്ട്, എനിക്ക് അയാളോട് ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ വേദനയുണ്ട്, എനിക്ക് അയാളോട് പ്രതികാരമുണ്ട്, നമ്മളൊന്ന് തിരിച്ചറിയുക. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ചൂസ് ടു ഫോർഗീവ്. തീരുമാനം എടുക്കുന്നു, എന്താണ്? ഒരിക്കലും നന്നല്ല, എനിക്ക് അയാളോട് പ്രതികാരം കൊണ്ട് ഒരു കാര്യമില്ല. എന്ത് ചെയ്യും? എനിക്ക് ജീവിതത്തിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, എനിക്ക് ബോഡിയിലെ സ്ട്രെസ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കും, എനിക്കത് അനാരോഗ്യം തരും, ഒരിക്കലും എനിക്ക് നന്നല്ല. ഞാൻ എന്ത് ചെയ്യുന്നു? അയാൾക്ക് ഫോർഗീവ് ചെയ്യാൻ തീരുമാനിക്കുന്നു. മൂന്നാമത്തത്, ഡെവലപ്പ് കമ്പാഷൻ ഫോർ ദ ഒഫൻഡർ. അയാളൊരു സ്നേഹം, അയാളൊരു ദയ, ഒരു കരുണ. നമ്മൾ ആർക്കാണോ ഫോർഗീവ് ചെയ്യേണ്ടത്, നമ്മളെ ഉപദ്രവിച്ച, നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഒരു കരുണയുടെ നോട്ടം നമ്മൾ അയാൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുകയാണ്. നാലാമത്തെ കാര്യം, നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്പീരിയൻസ് ഇമോഷണൽ റിലീസ് ആൻഡ് പീസ്. നമ്മളെ വൈകാരികമായി നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റണം. ഓക്കെ. ഇത് പല മെത്തേഡുകളും ഉണ്ട്. ഈ പറയുന്ന ഫൊർഗീവ്നെസ് പല മെത്തേഡുകളും ഉണ്ട്, ഞാൻ വഴിയെ പറയാം. ഓക്കെ. അതില് ചെയ്യുന്ന ഈ ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാൻ ചെയ്യുന്ന ചില മെത്തേഡുകളാണ്. ഒന്ന്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്, EFT എന്നുള്ളതാണ്. ഞാൻ അടുത്ത സ്ലൈഡിൽ വിശദമായി പറയാം. രണ്ടാമത്തത് ജേർണലിംഗ് എക്സസൈസ് ആണ്. അതായത് നമ്മളുടെ ഫീലിങ്സിനെ എഴുതുക. നമുക്ക് ഒരാളോട് ദേഷ്യമുണ്ട്, പകയുണ്ട്, അയാൾ നമ്മളെ ഉപദ്രവിച്ചു, എന്ത് ചെയ്യുക? അത് എഴുതുക, ജേർണലിംഗ് ആയി എഴുതുക. അതിൽ NLPയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് വെച്ചാല് എഴുതിയിട്ട് ഒരു കത്തിച്ചുള്ള ടെക്നിക്ക് NLPയിൽ ഉപയോഗിക്കാൻ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും നമ്മളുടെ ഈ ഒരു പ്രശ്നങ്ങളെ, ദേഷ്യവും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുക, നമ്മുടെ ഫീലിങ്സിനെ എഴുതുക. അപ്പൊ നമ്മൾ കുറെ റിലീസ് ചെയ്യും. പിന്നെ ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതാണ് കൊഗ്നിറ്റീവ് റീഫ്രെയിമിങ്. അതായത് നമ്മൾ മറ്റൊരു ഫ്രെയിമിൽ കാര്യങ്ങൾ നോക്കിക്കാണും. നമ്മളെ നെഗറ്റീവായ ചിന്തകളെ മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് അതിനെ നോക്കിക്കാണും എന്നുള്ളതാണ് മറ്റൊന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, അതിലൊരു സൊല്യൂഷനാണ് EFT എന്നുള്ളത്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്നുള്ളത്. നമ്മളുടെ അടുത്ത ബാച്ച്, മൈൻഡ്ഫുൾ ഹീലിംഗ് സ്പേസിന്റെ കീഴിലുള്ള 7ാമത്തെ ബാച്ച് നാളെ ആരംഭിക്കുന്നുണ്ട്. കോഴ്സ് നാളെ രാത്രി
8 മണി മുതലാണ് കോഴ്സ് ടൈം. 8 to 9:30. അതിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് തെറാപ്പി, ഇമോഷൻ ഫ്രീഡം ടെക്നിക്ക്. നമ്മുടെ ശരീരത്തിലുള്ള മെറിഡിയൻ പോയിന്റ്സ്, നമ്മൾ അക്യുപഞ്ചർ പോയിന്റ്സ് എന്ന് പറയാം, ടാപ്പ് ചെയ്തുകൊണ്ട് അഫർമേഷൻസ് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന വളരെ സിമ്പിളായി പഠിക്കാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സെൽഫ് ഹെൽപ്പ് ടൂളായി നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൽഫ് ഹെൽപ്പ് ടൂളായി നമുക്ക് കൊണ്ടു നടക്കാവുന്ന ഒരു തെറാപ്പിയാണ് EFT. ഇത് സിമ്പിളാണ്, ചെയ്യാനും എളുപ്പമാണ്, പഠിക്കാനും എളുപ്പമാണ്. എന്നാൽ അത് പരിശീലിക്കണം, ഇവിടെ കൊണ്ടു നടക്കണം. നമ്മളൊരു ജിമ്മിൽ പോയി ചേർന്നിട്ട് അഡ്മിഷൻ എടുത്തിട്ട് അവിടെ പോയി മൊബൈലിൽ കളിച്ച് എങ്ങനെ ഉണ്ടാവും? ബോഡിയിൽ മാറ്റം വരുമോ? ഇല്ല. അതേ രീതി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, EFT പഠിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇമോഷൻസിനെ തിരിച്ചറിയാനും അതിനെ നമുക്ക് ഒഴിവാക്കാൻ, ടാപ്പിംഗ് എന്ന പ്രത്യേകത. ടാപ്പിംഗ്, ഈ ഒരു തെറാപ്പിക്ക് മറ്റൊരു പേരുണ്ട്, ടാപ്പിംഗ് തെറാപ്പി എന്ന പേര്. അപ്പൊ നമുക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ നെഗറ്റീവ് ഇമോഷനെ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കും. ഇത് ഫൊർഗീവ്നെസ് ആകട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ എന്താണ്, സ്ട്രെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇൻസോംനിയ, ഉറക്കമില്ലാത്ത, അങ്ങനെ ധാരാളം കേസുകൾക്ക്, ധാരാളം പ്രശ്നങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, EFT ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് പഠിക്കുക എന്നുള്ളത് നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് നമുക്ക് വളരെ സിമ്പിളായി വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റും. പലപ്പോഴും നമ്മളൊക്കെ വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാല്, സ്വാഭാവികമാണ്, ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്കും ഒക്കെ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, പലപ്പോഴും ഉണ്ടാകാം. അപ്പൊ അവിടെയൊക്കെ നമുക്ക് വളരെ ഈസിയായി നമുക്കത് പലപ്പോഴും സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഉറപ്പായും ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഈ കോഴ്സിന് അഡ്മിഷനും മറ്റു കാര്യങ്ങളെ കുറിച്ച് അറിയാൻ നമ്മളെ ചാറ്റ് ബോക്സിൽ നമ്പർ ഇടാം, നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. സെക്കൻഡ്, ചാറ്റ് ബോക്സിൽ നമ്പറുണ്ട്, നമ്പറിൽ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. വാട്സാപ്പ് നമ്പറാണ്. മാം ആ മൊബൈൽ നമ്പർ ഷെയർ ചെയ്യാവോ? വാട്സാപ്പ് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ. 0 അതിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. വാട്സാപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. ഫോൺ നമ്പർ ഷെയർ ചെയ്യണേ, ജനമ മൊബൈൽ നമ്പർ ഷെയർ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും ഈ ഫൊർഗീവ്നെസ് നമ്മൾ കരുതുന്നതിനേക്കാളും എത്രയോ മുകളിലാണ് അതിൻ്റെ സ്വാധീനം. അത് നമ്മൾ തിരിച്ചറിയുകയും അതിനെ പ്രാക്ടീസ് ചെയ്യുകയും വേണം. നമ്മൾ ഒരിക്കലും ഒരാളോടും ഒരു പകയും വിദ്വേഷം കൊണ്ടുവരേണ്ട ഒന്നും നേടാൻ പോകുന്നില്ല. ഉറപ്പായും വിട്ടുകൊടുക്കുക, പൂർണ്ണമായി വിട്ടുകൊടുക്കുക, നമ്മുടെ സ്വന്തം ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. ചാറ്റ് ബോക്സിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, 9544332392. കണക്ട് ചെയ്യാം. നാളെ രാത്രി 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം കോഴ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാം നിങ്ങൾക്കൊക്കെ ഉപയോഗപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്.